തിരികെ വാർത്തകളിലേക്ക്. വീണ ടിക്കെതിരായ ED അന്വേഷണത്തിൽ ധാർമ്മികതയുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയണമെന്ന് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. റിയാസിന്റെ മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് വെപ്രാളപ്പെടുന്നത്? പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഉള്ള ആവേശം എന്തേ പാർട്ടിക്ക് ഇപ്പോൾ ഇല്ലാത്തത്? സൈബർ സഖാക്കൾ പോലും റിയാസിനൊപ്പമില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. UDF സർക്കാർ ബാഹ്യശക്തികളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രവർത്തിക്കുന്നതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. അല്ല, ഈ ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവായിട്ട് ശ്രീ പിണറായി വിജയന് അധികാരത്തിൽ തുടരാനുള്ള ഒരർഹതയുമില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നതും ഒരു സുപ്രധാനമായ പദവിയാണ്. ഇവിടെ പ്രകടമായി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ, അദ്ദേഹത്തിന്റെ മരുമകൻ, ഇനി മകനിലേക്കും അടക്കം എത്താവുന്ന ഒരു കേസാണിത്. അതുകൊണ്ട് ആദ്യം തന്നെ പിണറായി വിജയൻ തന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. റിയാസിനെ സംബന്ധിച്ച് മടിയിൽ കനവില്ല, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? റിയാസ് ഇത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാണ്? എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞൊരു രക്തസാക്ഷി പരിവേഷം എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഒന്നും പേടിക്കാനില്ലെങ്കിൽ അന്വേഷണ വഴിക്ക് പോയില്ലേ? പിന്നെ CPM-നകത്ത് ഞാനിപ്പോൾ അത് ഉത്തരവാദപ്പെട്ടൊരു പദവിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. അവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം. ഇപ്പം ആരും വരുന്നില്ലല്ലോ ബഹളം വയ്ക്കാൻ. ശ്രീമാൻ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ സെർച്ച് നടന്നപ്പോൾ കാണിച്ച ആവേശം ഇപ്പോൾ റിയാസിന്റെ കാര്യത്തിൽ കാണുന്നില്ലല്ലോ. CPM-ൽ ഇതെല്ലാവരും കൺവിൻസ്ഡ് ആണ്. ഈ ബിസിനസ് ലോബികളെല്ലാം എങ്ങനെയാണ് ഉണ്ടായത്? അവർക്കെല്ലാം ഇതിൽ മുതൽ മുടക്കാനുള്ള സാഹചര്യം എങ്ങനെ കിട്ടുന്നു? ഇത് പണത്തിന്റെ ഉറവിടം എന്താണ്? ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് റിയാസിനോ അല്ലെങ്കിൽ CPM നേതാക്കൾക്കോ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറഞ്ഞതിന് പകരം നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. ഇനി ED-യെ ഭയപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാം. നേരത്തെ സർക്കാർ ഉണ്ടായിരുന്നുകൊണ്ടാണ്, പോലീസ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇനി എനിക്ക് അറിഞ്ഞൂടാ, VD സതീശൻ സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയന് കിട്ടിയതുപോലെ പോലീസിന്റെ സഹായം കൊടുക്കാൻ തയ്യാറാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ തയ്യാറായാൽ ഇപ്പൊ തിരുവനന്തപുരത്തെ കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായി നേരിടുമെന്ന് പറയുന്നത് ഒരു പാപ്പരത്തമാണ്. രാഷ്ട്രീയമായി ഒന്നും നേരിടാനില്ല. ഇത് പൊളിറ്റിക്കൽ കേസല്ല. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇനിഷ്യേറ്റീവ് എടുത്തു മുന്നോട്ട് വന്നൊരു കേസല്ല. ആദായനീതി വകുപ്പിന് മുമ്പിൽ ഈ കുടുംബം തന്നെ ഹാജരാക്കിയ രേഖകളും അവർ കൊടുത്ത സത്യവാങ്മൂലവും അവർ കൊടുത്ത കണക്കുകളും എല്ലാം അടിസ്ഥാനമായി ഉയർന്നു വന്ന ഒരു കേസാണ്. ഒട്ടും രാഷ്ട്രീയ പ്രേരിതമല്ലാത്തൊരു കേസാണ്. അത് ബുദ്ധിയുള്ള, വിവേകമുള്ള എല്ലാ CPM നേതാക്കൾക്കും അറിയാം, അണികൾക്കും അറിയാം. ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ നോക്കി. റിയാസിനെയും സംഘത്തെയും സംരക്ഷിക്കാൻ ഒരൊറ്റ സൈബർ സഖാക്കൾ പോലും ഇത്തവണ രംഗത്ത് വന്നു. അതുകൊണ്ട് മാധ്യമങ്ങൾ വെറുതെ റിയാസിന് രക്തസാക്ഷി പരിവേഷം നൽകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ സർക്കാർ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും തീവ്ര വർഗീയ ചിന്താഗതിക്കാരുടെയും സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ്, മുന്നണിയാണ്. അതാണ് ഈ വ്യത്യാസം. എല്ലാ കാര്യങ്ങളിലും അതാണ് സംഭവിക്കുന്നത്. ആശയപരമായ നിലപാടുകളുടെ കാര്യത്തിലും ഭരണപരമായ പല കാര്യങ്ങളിലും ഇത് പ്രകടമാണ്.